ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉപ്പുമാവാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയും അതുപോലെ ഈസി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനു മുമ്പേ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. അതൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഒട്ടും കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇതിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് വാർത്ത് വയ്ക്കണം. അടുത്തതായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉഴുന്നൊന്ന് മൂത്ത് വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉഴുന്നിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് ഒരു ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്ത് 4 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. രണ്ടോ 3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ക്യാരറ്റും സവാളയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തന്നെ ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള വെള്ളമെല്ലാം ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട്. ആ നുറുക്ക് ഗോതമ്പ് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നുറുക്ക് ഗോതമ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്കിനി അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് അടപ്പൊന്ന് തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി അടച്ചു വെച്ച് 2 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. രണ്ട് മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് കൂടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ട്രൈ ആവാനുണ്ട്. 1 മിനിറ്റും കൂടെ നമുക്ക് തുറന്ന് വെച്ച് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ. ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.